യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുക, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുവിടും. പ്രിയമുള്ളവരെ, യാക്കോബ് ശ്ലീഹ ഈ സായാഹ്നത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുക ദൈവത്തിന് വിധേയരായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങൾ ദൈവത്തിന് വിധേയരായി ജീവിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബം ഒറ്റക്കെട്ടായിട്ട് ദൈവത്തിന് വിധേയരായിട്ട് ജീവിക്കുകയാണെങ്കിൽ പിശാച് നിങ്ങളിൽ നിന്ന് ഓടിയാകുന്നു. നിങ്ങൾ പിശാചുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകണ്ട, ദൈവത്തിൻ്റെ പക്ഷത്തായിരുന്നാൽ മതി. അച്ഛന് ഈ ഒരു കൃപ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. നല്ലവനായ കർത്താവേ, ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയാണ്. എപ്പോഴും നിനക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ കുടുംബാംഗങ്ങളെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. പിശാചിനെതിരെ ചെറുത്ത് നിൽക്കുവാനുള്ള ശക്തി ഇവർക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അഭിഷേകം ഇവരിലേക്ക് ഈ നിമിഷം ചൊരിയപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കളിൽ ആരെങ്കിലും പിശാച് ഏതെങ്കിലും തരത്തിൽ തളർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ, തടവിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ നിമിഷം ഈ മക്കൾക്കൊരു വിടുതൽ സംഭവിക്കട്ടെ എന്ന് കർത്താവ് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ചിന്താരീതികൾ നിന്റെ ചിന്താരീതികൾക്ക് എതിരാണെങ്കിൽ, ഇവരേതെങ്കിലും തരത്തിൽ നിന്നോടുള്ള പ്രയോറിറ്റി വിട്ട് മറ്റ് ലോകകാര്യങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, അത് കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളെ തകർത്ത് കളയുന്നുണ്ടെങ്കിൽ, നിന്റെ നാമത്തിൽ ഈ നിമിഷം ആ മേഖലയിൽ വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഭവനവും ഇവരുടെ ഭവനാംഗങ്ങളും ഇവരുടെ ഭവനത്തിലെ എല്ലാ വസ്തുക്കളും നിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളും ദുഷ്ടാരൂപികളും നെഗറ്റീവ് എനർജികളും ഇവരുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് നിന്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ. ഈശോയെ, ഈ രാത്രിയിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാനുള്ള വലിയൊരു അഭിഷേകം ഈ മക്കളിലേക്കെല്ലാം കടന്നു വരട്ടെ. നാളെ പ്രഭാതത്തിൽ പുതിയ ചൈതന്യത്തോടെ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ദിവസത്തിന് രൂപം കൊടുക്കുവാനായിട്ടുള്ള കൃപ ഇവർക്ക് നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.